ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി കക്ക ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് കക്ക ഫ്രൈഡ് ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി, 2 മീഡിയം സൈസ് സവാള, 2 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് മല്ലിയില, 1 അല്ലി വെളുത്തുള്ളി. അതുപോലെ തന്നെ പൊടികൾ ആവശ്യമായിട്ടുണ്ട്. അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല, നമുക്കത് ആഡ് ചെയ്യുമ്പോൾ നോക്കാം. അപ്പോൾ ഇതിനായി ആദ്യം തന്നെ നമുക്ക് കക്കയിറച്ചിയിൽ പൊടികളെല്ലാം ആഡ് ചെയ്തൊന്ന് തിരുമ്മി വെക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് 1 മണിക്കൂറോളം ഒന്ന് തട്ടിപ്പൊത്തി വെക്കണം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കുന്ന വിധം നോക്കാം. അതിനായി ആദ്യം തന്നെ ഞാൻ പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കക്കയിറച്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഒട്ടും എണ്ണയോ വെള്ളമോ ചേർക്കാതെയാണ് നമ്മളിത് വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റ് ഈ കക്കയിറച്ചിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അതിനായിട്ട് നമുക്ക് ഒന്ന് പൊത്തി 10 മിനിറ്റ് വെക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഈ ബൗളിലേക്ക് കക്കയിറച്ചി മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ആ പാനിൽ തന്നെ ഇതിൻ്റെ മസാലക്കൂട്ട് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ചെറുതായി വാടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സവാള ചെറുതായി വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വാടി വരണം. ഇപ്പോൾ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കക്കയിറച്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം 1 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇടിച്ചമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്. ടേസ്റ്റിന് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് സർവ് ചെയ്തെടുക്കാം. അപ്പോൾ സർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്, നല്ല സ്പൈസിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. അസ്സലാമു അലൈക്കും.